ഹായ് ഫ്രണ്ട്സ്, കുരുത്ത് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തോബിയാസ് കാർലം. ഇന്ന് ഒരു അടിപൊളി ഡിഷായിട്ട് ഞാൻ വന്നിരിക്കുന്നത്, അതായത് തെരണ്ടി ഫിഷ് 65. ഒരു തെരണ്ടി ഫിഷിൻ്റെ ഒരു സ്മെല്ല ഒന്നുമില്ല, നല്ല അടിപൊളി ഒരു സാധനം. വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റിൻ്റെ സാധനം. അതാണ് ഫ്രൈ ചെയ്ത് കറുമുറൊക്കെ അടിച്ച് പിന്നെ അതിൻ്റെ കൂടെ ഹോട്ടായിട്ട് എന്തെങ്കിലും പിന്നെ പറയും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ മട്ടനൊക്കെ നമ്മൾ 65 വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സംഭവമാണിത്. ഇപ്പോൾ നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തിളപ്പിക്കുക. ലേശം മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടതിന് ശേഷം തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ഒരു എന്താ പറയുക, ഒരു ബ്ലാക്ക് കളർ തരുന്നൊരു സംഭവം ഈ മാംസത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരും. അത് ഒരു കച്ചട വൃത്തികെട്ടൊരു സംഭവമാണ്. അതെല്ലാവരും കോരിക്കളയാൻ പ്രത്യേകം മറക്കുക. അതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. നമ്മളിതുമാതിരി തന്നെ നമ്മുടെ ബീഫ് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ തിളപ്പിച്ച് വയ്ക്കാൻ നമുക്കിങ്ങനെ അറിയാൻ സാധിക്കും. ഇതുപോലെ പൊന്തി വരും. ഞാൻ ബീഫ് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ ഈ തെരണ്ടി ഫിഷ് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ ചൂടാക്കും. സ്രാവ് അതുപോലെ തന്നെ ഒന്ന് തിളപ്പിക്കുക, ചെറുതായിട്ടും തിളപ്പിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിൽ പച്ചമസാല ചേർക്കാം. ഒരു 15 പച്ചമുളക്, 2 കതിര് വേപ്പില, കുറച്ച് മല്ലിയില, കുറച്ച് പുതിന, പിന്നെ ഒരു 15 പീസ് വെളുത്തുള്ളി, 15 പീസ് ചുവന്നുള്ളി, 2 കഷ്ണം ഇഞ്ചി. ഇതെല്ലാം നമുക്ക് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളിത് പേസ്റ്റാക്കി അരച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 3 സ്പൂണ് തൈര്, നല്ല കട്ട തൈര് നമ്മുടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും സാധനമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ച മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളി നമ്മൾ നാടൻ വെളുത്തുള്ളി എടുക്കണമെന്ന് വെച്ചാൽ നമ്മളത് ചെറുത് കുറച്ച് എടുത്താൽ മതിയാവും, ഒരു കുടം എടുത്താലും മതിയാവും. ഇത് വലിയ വെളുത്തുള്ളിന്, അപ്പോൾ അതിനിത്തിരി പവർ കുറയും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ 10 പീസ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് പേസ്റ്റാക്കി എടുക്കാം നമുക്ക്. കാരണം ഈ തിളപ്പിച്ച് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന തെരണ്ടിയിൽ നമുക്ക് ചേർക്കാനുള്ള പച്ച മസാല. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു പാത്രം എടുത്ത് അതിൽ ഒരു 2 അല്ലെങ്കിൽ 3 മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കുക. അപ്പോൾ മുട്ട അത് നമുക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിൽ ആവാം. ഞാനിവിടെ 2 കിലോ തെരണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 2 മുട്ട എടുത്തിട്ടുള്ള 3 മുട്ടയിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് ഇനി ചേർക്കാനുള്ളത് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന തെരണ്ടി മീൻ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഉടഞ്ഞു പോവുക അല്ലെങ്കിൽ മാംസത്തിന് ഇത് സംഭവിക്കുക അല്ലെങ്കിൽ വേർതിരിഞ്ഞ് പോകുക ഒന്നുമില്ല. നല്ല ചിക്കൻ 65 ടേസ്റ്റാണ്. നമ്മൾ പറയുന്നത് വെച്ച് നമ്മളൊന്ന് നോക്കുമായിരിക്കും. നമുക്ക് അധികം വിലയൊന്നുമില്ലാത്ത മത്സ്യമാണ്. ഇതിന് മുള്ളോ മറ്റൊന്നുമില്ല. ചെറിയ അസ്ഥിമാതിരി എന്നിട്ട് അത് കടിച്ച് മുറിക്കാവുന്ന അസ്ഥികളാണ്. അത് കറുമൊന്ന് കടിച്ച് തിന്നാനും ടേസ്റ്റാണ്. ഇനി നമ്മൾ ഇപ്പോൾ മുട്ട നമ്മൾ ശരി എന്തായാലും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ മുന്നേ വേവിക്കുമ്പോൾ, അതായത് നമ്മൾ തിളപ്പിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യാനുസരണം നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടുതൽ മിക്സ് ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങളുടെ കയ്യിൽ തൈരുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ 1 സ്പൂൺ വീണ്ടും ചേർത്ത് കൊടുക്കാൻ നമുക്ക് കുഴപ്പമില്ല. ഇനി ഒരു 3 സ്പൂണ് ചിക്കൻ മസാല 65 നമ്മളിതിലിട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ മസാല 65 ഇട്ടാലും ചിക്കൻ മസാല ഒരു സ്മെല്ലുണ്ടാവില്ല. കാരണം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഫിഷാണ്. അപ്പോൾ ആ ഫിഷിൻ്റെ സ്മെല്ല് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് അത്. ഇനി ഒരു 3 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 1 സ്പൂണ് അരിപ്പൊടിയും കൂടി അതിൻ്റെ സംഭവം സൂപ്പറായിട്ടുണ്ട്. അരിപ്പൊടി ചേർക്കണമെന്ന് വെച്ചാൽ നമുക്ക് നല്ല മൊരിഞ്ഞ് കറുമുറ എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടിയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മഞ്ഞപ്പൊടിയും എല്ലാം നമ്മൾ മുന്നിട്ടതുകൊണ്ട് മഞ്ഞപ്പൊടിയൊന്നും ആവശ്യമില്ല. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു മസാല. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്ത് നോക്കാം നന്നായിട്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ക്യാമറയാണ്, അപ്പോൾ തന്നെ സ്പൂണുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒന്ന് മിക്സ് ചെയ്താണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് പുരട്ടി നമ്മൾ 1, 2, 3 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഏത് മാംസത്തിലും മസാല തേച്ച് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് മറക്കണ്ട. ഇനി നമ്മളൊരു ഫ്രൈ പാനിൽ ചെറിയ ഫ്ലെയിമിൽ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് ചെറുതാക്കി ചൂടാക്കി എടുക്കുക. പെട്ടെന്ന് ചൂടാക്കി എണ്ണ കരിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ അതിന് രുചി കുറയും, ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, ഒരു കരിഞ്ഞ സ്മെല്ലുണ്ടാവും. അതൊന്നുമില്ലാതെ ചെറിയ ഫ്ലെയിമിൽ വറുത്തെടുത്താൽ എണ്ണ കരിയില്ല. എണ്ണ എത്ര ഡിഗ്രി കൂടുതൽ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷാംശം എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇതുപോലെ നമ്മൾ വറുത്തെടുത്ത ഈ എണ്ണ നമുക്ക് ഇതേമാതിരി പ്യൂറായിട്ട് ക്ലിയറായിട്ട് എടുക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിന് ഒരു മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണുക. അതുപോലെ നമുക്ക് വീണ്ടും നമുക്ക് രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റും. അത് നന്നായിട്ട് ചൂട്ടോടെ നമ്മൾ വറുത്തെടുക്കുക. അല്ലെങ്കിൽ ചൂട്ടോടെ തിളപ്പിച്ച എണ്ണ നമുക്ക് വീണ്ടും ഉപയോഗിക്കുമ്പോൾ പ്രോബ്ലം ഉണ്ടാവും. നമ്മൾ ചെറിയ തീയിൽ വേവിച്ചെടുത്ത എണ്ണയുമ്പോൾ നമുക്ക് അന്ന് തന്നെ ഉപയോഗിക്കുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഓരോ പീസ് ഇതിൽ ഇട്ട് കൊടുത്ത് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്. ഇനി ഇതുപോലെ വറുത്തെടുക്കുക, ചെറിയ തീയിൽ നമ്മൾ വറുത്തെടുക്കുക. അപ്പോൾ ഇനി പ്രത്യേകമായിട്ട് വേവാനധികം വേവൊന്നുമില്ല. അതൊക്കെ റെഡി ആയിരിക്കുന്ന സംഭവം. ഇനി നമുക്ക് മരുന്നിനെ കറുമൊന്ന് കടിച്ച് തിന്നായിട്ടുള്ള സംഭവം റെഡി ആയി വരുന്നുണ്ട്. എന്തായാലും അത് ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊരു സ്മെല്ലെന്നറിയാം. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. നല്ല സ്മെല്ലാണ്. അതായത് നിങ്ങൾക്കിത് മീനാണോ ചിക്കനാണോ എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത്രയും ഇതിനൊരു രുചിയും ഒരു മണം ഒരു പ്രത്യേകതയാണ്. അത് മറക്കരുത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.
ഇപ്പം തന്നെ നമുക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. ഓ എന്താ ഒരു കളർ, ഇതുപോലെ എന്താ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ അവനിങ്ങനെ എടുക്കുക, ചൂട്ടോടെ കഴിക്കുക. നമ്മൾ എന്തൊരു സംഭവം വെച്ചാൽ ഈ വക വറവ് സാധനങ്ങൾ ചൂട്ടോടെ കഴിക്കുന്ന രുചി വേറെയാണ്. നമുക്ക് കടിച്ച് നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വായിട്ട് കറുമുറാന്നങ്ങോട്ട് കടിച്ച് തന്നെ അതെങ്കിൽ ഒന്ന് കടിച്ച് നോക്കി രുചിച്ച് നോക്കി അതിനൊന്നും നിൽക്കണ്ട മക്കളെ, നിങ്ങളങ്ങോട്ട് നോക്കുക. അടുത്ത വറവെടുത്ത് ഇനി അടുത്ത വറക്കാനുള്ള പീസും കൂടെ ഇങ്ങനെ പതുക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇടരുത്, നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ സെപ്പറേറ്റ് പീസായിട്ട് നമുക്ക് വറുത്തെടുക്കണം. എന്തായാലും സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് എങ്ങനെ വേണം എന്ത് വേണമെങ്കിലും ചേർത്ത് കുറച്ച് ഒന്ന് വറുത്തതിന് ശേഷം പ്ലേറ്റിലിട്ടിട്ടോ അതിൽ നമുക്ക് കുറച്ച് സവോള അരിഞ്ഞിടേ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇഷ്ടം മാതിരി തന്നെ അരിഞ്ഞിട്ട് കൊടുക്കുക. നമ്മൾ വറുത്തെടുക്കുന്ന സാധനമല്ല, ഇതിന് പ്രത്യേക മസാല എന്തെങ്കിലും ചേർക്കേണ്ട കാര്യമില്ല. ഇപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പം നമുക്ക് വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കാമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്തു നോക്കാം. ഇപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കാൻ മറക്കരുത്. ബെല്ലൈക്കൺ അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. ഫ്രൂട്ട്സ് കൊണ്ടുള്ള കേക്കുകൾ, അതുപോലെ സലാഡുകൾ, അതുപോലെ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരോ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾ അറിയിക്കുക, കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോകളെല്ലാം പുതിയതാണ് അല്ലെങ്കിൽ ഒരു പുതിയ ചാനലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വിജയിപ്പിച്ച് തരണമെന്ന് ഒരു അഭ്യർത്ഥന കൂടി ഉണ്ട്. ഞാൻ വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുമെന്ന പ്രതീക്ഷയോടെ ഇതുവരെ ക്ഷമയോടെ കണ്ടിരുന്ന നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. പുതിയ വ്ളോഗ്സിലെ നെക്സ്റ്റ് വീഡിയോ ഒക്കെയാണ് നിങ്ങൾ കാത്തിരിക്കുക. ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തു, നന്ദി പറയുന്നു. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം, ബൈ.